بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله والرسول فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن يشاكك الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا. وأنزلا سكينة علينا وثبت الأقدام إلا كينا. إن اللولا قد بهوا علينا وإن أرادوا فتنة بينا. വേദിയിലെ ബഹുമാന്യനായ സഹോദരൻ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഈ നാട്ടിലെ നല്ലവരായ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, സഹൃദയരെ, വളരെ നല്ല ഒരു ഉദ്ദേശത്തോടെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തെ കടാക്ഷിച്ചുകൊണ്ടും കാംക്ഷിച്ചുകൊണ്ടും പടച്ചതമ്പുരാന്റെ വജ്ഹല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിക്കാത്ത ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്.
മനുഷ്യനല്ലേ, അവന്റെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. കേൾക്കാം, കേൾക്കാതിരിക്കാം, അങ്ങനെ ചിന്തിക്കാം, ചിന്തിക്കാതിരിക്കാം, വേണ്ടാന്ന് വെക്കാം, വേണമെന്നും വെക്കാം. വേണമെന്ന് വെച്ചാ നന്ന്, വേണ്ടാന്ന് വെച്ചാ നഷ്ടം. അപ്പൊ ആർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഉണ്ട്. അള്ളാഹു നൽകിയിട്ടില്ലേ? ഉണ്ട്. റസൂല് നൽകിയിട്ടില്ലേ? ഉണ്ട്. നമ്മുടെ രാജ്യം നൽകിയിട്ടില്ലേ? ഉണ്ട്. നമ്മുടെ ഭരണഘടന നൽകിയിട്ടില്ലേ? ഉണ്ട്. ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ഇന്നലെ വരെ ഒരു മതം സ്വീകരിച്ച് നാളെ അത് വേണ്ട, അത് വേണ്ട, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, പടച്ചോനെ ആരാധിച്ചൊക്കെ ഒരാളങ്ങനെ ജീവിച്ചു. അവന് നാളെ തോന്നുക പടച്ചോനില്ല, ആയിക്കോടോ. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണകൂടം നൽകി, മതം നൽകി. പക്ഷേ നമ്മളിലേക്കാ മടങ്ങി വരിക. അപ്പൊ ചില കണക്കുകളൊക്കെ ബോധിപ്പിക്കേണ്ടി വരും. അത്രേ. അപ്പൊ വളരെ ലളിതം, ആർക്കും എന്തും സ്വീകരിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ആദർശം അത് അയാൾക്ക് പറയാന്നാണ്, അത് അയാൾക്ക് പ്രസംഗിക്കാം. പിന്നെ ആരെ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് വേണോ സ്വീകരിക്കാം, വേണ്ടേ തള്ളിക്കളഞ്ഞോ. ഇനിയിപ്പോ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ അവര് പ്രസംഗിക്കുക, അത് ഞങ്ങൾ സമ്മതിക്കൂല. നമ്മുടെ തറവാട്ട് വകയ നാട് ഇല്ലല്ലേ? അല്ല. നമ്മുടെ ബാപ്പാക്ക് എഴുതി കിട്ടിയതായി ഇന്ത്യ രാജ്യം അല്ല. അപ്പൊ സുന്നിക്കോ മുജാഹിദിനോ തോന്നുക മുജാഹിദ് ഇവിടെ പ്രസംഗിക്കണ്ടെന്ന് സുന്നിക്കും, സുന്നി പ്രസംഗിക്കണ്ടെന്ന് മുജാഹിദിനും. നിങ്ങൾക്ക് വേണോ മുജാഹിദ് സെന്ററിൽ വന്നോളി, പേരോടിന് വരാം, അവിടെ പ്രസംഗിക്കാം. പക്ഷെ ഞങ്ങൾ മറുപടി പറയും, കേൾക്കാനുള്ള സന്മനസ് ഉണ്ടായാൽ മതി. മർക്കസുദ്ദവയില് നിങ്ങൾക്ക് വരാം, ഒരു പ്രശ്നവുമില്ല. മർക്കസിൽ ഞങ്ങളും വരും. ഞങ്ങൾക്ക് 1 മണിക്കൂർ നിങ്ങൾ അനുവദിച്ചാൽ മുജാഹിദ് സെന്ററിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ അനുവദിക്കും. അതാണ് അതിന്റെ ശരി. പിന്നെ ഇന്ന ആളുകളൊന്നും പ്രസംഗിക്കരുത്, ഇന്ന സ്ഥലത്ത് പ്രസംഗിക്കരുത്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണ്ടേ വേണ്ടാന്ന് നോക്കാം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നന്ദിയുള്ളവനായിട്ട് ജീവിക്കാം, നന്ദി കെട്ടവനായിട്ടും ജീവിക്കാം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നല്ല 2 മാർഗങ്ങൾ, ഒന്ന് ധർമ്മത്തിന്റെ, ഒന്ന് അധർമ്മത്തിന്റെ, ഒന്ന് ശരിയുടെ, ഒന്ന് തെറ്റിന്റെ മാർഗം. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നന്ദിയുള്ളവനായിട്ട് നിനക്ക് ജീവിക്കാം, നന്ദി കെട്ടവനായിട്ടും നിനക്ക് ജീവിക്കാം. അള്ളാഹുവിന്റെ ഗ്രന്ഥം 76-ാം അധ്യായം സൂറത്ത് ഇൻസാനിലെ 3-ാമത്തെ വചനമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. കതബയ്യന റുശ്ദു മിനൽ ഗയ്യ്, നന്മയും തിന്മയും വേർതിരിഞ്ഞിരിക്കുന്നു. നന്മയും തിന്മയും വേർതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഇല്ല, ആർക്കും കേൾക്കാം. എന്നും സുന്നിയാണോന്ന് പിടിച്ചു വെക്കണ്ട, എന്നും മുജാഹിദ് ആകണമെന്നും പിടിച്ചു വെക്കണ്ട. പോയിക്കോട്ടെ, പറഞ്ഞു കൊടുക്കാം, മോനെ ഇന്നതാ ശരിട്ടോ, ഖുർആൻ എന്നാ പറയുന്നത്, സുന്നത്ത് എന്നാണ് പറയുന്നത്. അല്ലേ? ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 256-ാമത്തെ വചനമാണ്. ഇനി ഖുർആനിലെ മറ്റൊരു വചനം കേട്ടോളൂ, സൂറത്ത് കഹ്ഫ്. വെള്ളിയാഴ്ച ഓതാൻ പറഞ്ഞതാ റസൂല് എല്ലാ മുസ്ലിങ്ങളോടും. ഇല്ലേ? അങ്ങനെ ഓതുമ്പോ കാണാ എന്ത്, ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കാം, ഇഷ്ടമുള്ളവനെ വിശ്വസിക്കുകയുമാകാം. സത്യം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇഷ്ടമുള്ളവരെ നിങ്ങൾ വിശ്വസിച്ചോ. നമ്മുടെ വഴി. പിന്നെ അബൂജഹലും കൂട്ടരും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അബൂജഹലും കൂട്ടരും പറയും, മുഹമ്മദിന്റെ പ്രസംഗം കേൾക്കല്ലേ, മാറിപ്പോവും, ജി നന്നായി പോവും. നന്നാവല്ലേ? നമ്മുടെ നാട്ടിലെ അങ്ങനെ കുറച്ച് ആൾക്കാർ കേൾക്കല്ലേ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, കേൾക്കരുത് കാണരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കോളി, ആ പറയുന്ന ആളുകൾക്ക് എന്തോ തരാറുണ്ട്. എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം നല്ല കൃത്യമാണെങ്കിൽ ഞങ്ങൾക്ക് പറയല, നിങ്ങൾ ഏതും കേട്ടോളൂ, അപ്പോഴേ നിങ്ങൾക്ക് മുജാഹിദിന്റെ പവർ മനസ്സിലാവും. സുന്നികളും പറയണം, നിങ്ങൾ ആദർശം വളരെ കറക്റ്റ് ആണെങ്കിൽ എല്ലാം കേൾക്കട്ടെ, എന്നാലല്ലേ മുജാഹിദ് മോശാന്ന് അറിയാൻ കഴിയുള്ളൂ. അല്ലേ? മുജാഹിദ് മോശാണെന്ന് അറിയണമെങ്കിൽ മുജാഹിദുകൾ ഇന്നതൊക്കെയാണ് എന്ന് പൊതുവെ ഉസ്താദുമാർ പ്രസംഗിക്കാൻ, അതാണോന്നറിയണേ അവരെ പ്രസംഗം ഒന്ന് കേൾക്കണല്ലോ. പക്ഷെ സുന്നി ഉസ്താദുമാർക്ക് അറിയാം, അവർ 10 ദിവസം പ്രസംഗിച്ചാൽ മുജാഹിദുകൾ 10 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി, ഒലിച്ചു പോവും, മലവെള്ളപ്പാച്ചിലെ ചപ്പു ചണ്ടി പോലെ. അതുകൊണ്ട് പറയാ, കേൾക്കണ്ടേ, പൊയ്ക്കോ, വീട്ടിലിരുന്നോ, വീട്ടിൽ പോയിരുന്നോ. പക്ഷെ ഈ രാജ്യത്ത് ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറയരുത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടി മുസ്ലിങ്ങൾ പ്രസംഗിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താവും നാടിന്റെ അവസ്ഥ? നമ്മൾ ശരിക്കും ആലോചിക്കണം.
ഇത് ഒരു കൂട്ടര് പറയാ അവിടെ നിങ്ങൾ ഇനി പ്രസംഗിക്കണ്ട, മുസ്ലിങ്ങൾ പ്രസംഗിക്കണ്ട, എല്ലാ ഹിന്ദുക്കളും എല്ലാ നാട്ടിലും ഒരേപോലെ. എന്താ ചെയ്യാ? നാട് കുട്ടിച്ചോറാവും അല്ലേ? അപ്പൊ ആ പണി നമ്മൾ എടുക്കരുത്. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പൂന്തുറയിൽ ചെന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ബാലുശ്ശേരി എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പ്രസംഗിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തേ? ഒന്നുമില്ല, ഇവിടെ ആദ്യം നമ്മൾ പ്രസംഗിച്ചല്ലോ. അതെ. പിന്നെ ജമായത്ത് പ്രസംഗിച്ചു, പിന്നെ സുന്നികളും NDF പ്രസംഗിച്ചു. അപ്പൊ അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ തീരുമാനിച്ചത്രേ ഇനി ഇവിടെ മുസ്ലിങ്ങൾ പ്രസംഗിക്കണ്ട. അങ്ങനെ മാസ് പെറ്റീഷൻ എഴുതി പോലീസിനോട് ഇനി വേണ്ടാറ്. ആരാ ഇസ്ലാമിന്റെ ശത്രുക്കള്? മുസ്ലിങ്ങള്. ദീന് പറയണ്ട എന്ന് ആരാ ഒപ്പിടുന്നത്? മാപ്പിളാര്. ദുനിയാവിന്റെ ഒരു പോക്കേ RSSകാരനല്ല, മുസ്ലിങ്ങൾ പ്രസംഗിച്ചോട്ടെ എങ്ങ് കുഴപ്പമില്ല എന്നാ. നമ്മൾ എവിടെ ചെന്ന്, എന്റെ ഒരു അനുഭവം അതാ, എവിടെ ചെന്ന് പ്രസംഗിച്ചാൽ ഹിന്ദുക്കൾ ഇയാള് പ്രസംഗിച്ചാൽ മതി. അതിന്റെ എങ്ങനെ? നമ്മൾ ദീനാ പറയുന്നത്. മുജാഹിദുകൾ പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആർക്കാ പ്രശ്നോ? ആർക്കാ പ്രശ്നോ? അന്യായമായി തിന്നു മുടിക്കണം വലിയ മുസ്ലിയാക്കന്മാർക്ക്. വേറെ ആർക്കും പ്രശ്നം? വേറെ ആർക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കേൾക്കാനുള്ള സന്മനസ് ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയേ, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയേ. അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ, ഫയത്തബിഊന അഹ്സനഹു. എന്തൊരു വാചകാണ് നിങ്ങള്! എല്ലാ പ്രസംഗവും കേട്ടു വെക്കുക. പേരോട് ഉസ്താദാ ഞാൻ കേൾക്കുന്നേ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പേരോട് ഉസ്താദൊക്കെ പ്രസംഗിക്കുന്നിടത്ത് പോയിരിക്കാം. പക്ഷെ ഒരു വെച്ചേക്കൂല. അതുകൊണ്ടാ അല്ല, ഇരുന്ന് നമ്മൾ കേട്ടുകൊടുക്കുകയായിരുന്നു. ഏത് പ്രസംഗം, ഏത് യുക്തിവാദിന്റെ നിരീശ്വരവാദിന്റെ. ശ്രീനാരായണ ഗുരു സമാധിയുടെ ദിവസം, അതുപോലെ നമ്മുടെ കോഴിക്കോട് ചിദാനന്ദപുരി 10 ദിവസം പ്രസംഗിക്കാറുണ്ട്. 10 ദിവസം പോയിരിക്കാറുണ്ട് ഞാൻ അവധി കിട്ടിയാൽ. പക്ഷെ അവരെ കൊണ്ട് ശല്യമല്ല. പക്ഷെ സുന്നി സദസ്സിൽ എനിക്ക് പോയിരിക്കാൻ വയ്യ. അങ്ങനെയാ ലോകം. എന്താ ചെയ്യാ? ആഗ്രഹമുണ്ട്. അല്ലാഹ് പറയാണെന്ത്? വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആള്. എടാ, ഇന്ന് മുജാഹിദുള്ള ഒരു പ്രസംഗമുണ്ട്. നമ്മുടെ ഉസ്താദുമാർ അവരെ പറ്റി പലതും പറയുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഔലിയാക്കളെ ചീത്ത പറയുന്നുണ്ടോ? അമ്പിയാക്കളെ ചീത്ത പറയുന്നുണ്ടോ? എന്താ അവർ പറയുന്നതെന്ന് കേൾക്കാം. അവരാ യഥാർത്ഥ വിശ്വാസികൾ. അല്ല പറഞ്ഞു കേൾക്കണോ? ഔള്ള മുസ്ലിയാർ പറഞ്ഞു കേൾക്കരുത്. അല്ല പറയാണെന്ത്? എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്ക. എന്നിട്ട് എല്ലാം കേട്ടിട്ട് ജമാഅത്തെ ഇസ്ലാമിനെ പോലെ അതും ശരി ഇതും ശരി എന്ന് പറയാ അല്ല. പിന്നെ എന്താ പ്രശ്നം? ഫയത്തബിയൂന അഹ്സനഹു, അതിലേറ്റവും നല്ലത് പിന്തുടരുന്നവർ. ഏറ്റവും നല്ലത് പിന്തുടരുന്ന ആളുകൾ. കണ്ടോ? കേട്ടു, സുന്നിന്റെ കേട്ടു, മുജാഹിദിന്റെ കേട്ടു, NDFന്റെ കേട്ടു, ജമാഅത്തിന്റെ കേട്ടു. എന്നിട്ട് അല്ലാഹ് പറയാ അതിൽ ഏറ്റവും നല്ലത് ആരാണോ പറയുന്നത്, ആർക്കാണോ പ്രമാണമുള്ളത്, ആർക്കാണോ തെളിവുള്ളത്, അത് സ്വീകരിച്ചാൽ അല്ലാഹ് എന്ത് തരും? ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് ഹിദായത്ത് തരും. നമ്മൾ ഫാത്തിഹയിലും മഗ്‌രിബിനും പ്രാർത്ഥിച്ചെന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ ഹിദായത്ത് തരണേ അല്ലേ? ഹിദായത്ത് തരണേന്നാ പ്രാർത്ഥിച്ചത്. ഹിദായത്ത് ലഭിക്കണേ. അതിന് അല്ലാഹ് പറയാ ബഹളം ഉണ്ടാക്കരുത്, കൂക്കരുത്. അല്ലാഹ് പറയാ കൂക്കണ്ട, ബഹളം ഉണ്ടാക്കണ്ട. ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം എന്നാ പടച്ചോൻ പറയണേ. അബൂജഹലും കൂട്ടരും മക്കത്ത് റസൂൽ പ്രസംഗിക്കുമ്പോൾ അവർ പറഞ്ഞു എന്നാ കൂക്കിക്കൊളീൻ, ബഹളം ഉണ്ടായിക്കൊളീൻ. വിശുദ്ധ ഖുർആനാ പറയുന്നത്, ഞാനല്ല. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് ഹാമീൻ സജദ 22-ാമത്തെ വചന. ഇവിടുത്തെ സുന്നികളൊക്കെ പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. 41-ാം അധ്യായം ഉണ്ടോ? ആ അധ്യായത്തിലെ 22-ാമത്തെ വചനാണെന്ത്? പ്രവാചകനും അനുയായികളും പ്രസംഗിക്കുമ്പോ കൂക്കിക്കൊളി, ബഹളം ഉണ്ടായിക്കൊളി, നിങ്ങൾക്ക് ജയിക്കാം. കേരളത്തിൽ അങ്ങനെ നടക്കുന്ന ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, മുജാഹിദുകൾ. ഓല് പ്രസംഗിച്ച ഒരു വിഭാഗം കൂക്കൂ. ഓലാരാ കൂക്കണോല്? അബൂജഹലിന്റെ പാർട്ടി. എളുപ്പല്ലേ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു കൂക്കുന്നോല് അബൂജഹലിന്റെ പാർട്ടിയാണ്. അപ്പൊ അബൂജഹലിന്റെ പാർട്ടിയായി മരിക്കാൻ വിധിക്കപ്പെട്ടോല് കൂക്കിക്കോളിയടോ. ഏത് നാട്ടിലും കൂക്കാം, ഒരു പ്രശ്നവും. പക്ഷെ ഒന്നുണ്ട്, ജി അബൂജഹലിന്റെ മില്ലത്തിലാ, റസൂലിന്റെ മില്ലത്തിലല്ല. അതെന്താ? റസൂല് കൂക്കിയിട്ടില്ല. റസൂല് കൂക്കിയിട്ടില്ലേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബിയിൽ നിനക്ക് ഉത്തമമായ മാതൃക ഉണ്ട് എന്നാ അല്ലേ? ആ റസൂല് കൂക്കിയിട്ടില്ലല്ലോ. അപ്പൊ കൂക്കാതിരിക്കലാ മാതൃക. നബി കൂക്കിയിട്ടില്ല, ഞങ്ങൾ കൂക്കണില്ല. മീൻകാര് കൂക്കണില്ല എന്നല്ല കേട്ടോ, അതുപോലെ ഉപജീവന. ഇസ്ലാം വിരോധിച്ചിട്ടില്ല. അതിനെപ്പറ്റിയല്ല പറഞ്ഞു. വെറുതെ ഒരുത്തം പ്രസംഗിക്കുമ്പോ കൂക്കുക. ഞാൻ ഏഴോം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ, കണ്ണൂര്. അവിടെ എന്നെ അധ്യക്ഷൻ ക്ഷണിച്ചപ്പോ തന്നെ അവിടുത്തെ ദർസിലെ കുട്ടികൾ കൂക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ വാലുണ്ടോന്നും കൂടി തപ്പി ഒഴിക്കൊള്ളി. കാരണം കൂക്കണത് സാധാരണ അങ്ങനത്തെ കുറച്ച് ജീവികളാണ്.
എന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ, അബൂജഹലും പാർട്ടികളും കൂക്കിയിരുന്നു. അബൂജഹലിന്റെ പാർട്ടിയായി മരിക്കാനാണ് നിങ്ങൾ കൂക്കിക്കൊളി. മുഹമ്മദ് നബിന്റെ അനുയായികൾ കൂക്ക് കേട്ടിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കേൾക്കാൻ നിങ്ങൾ കൂക്കിക്കൊളി. അപ്പൊ കുട്ടിക്ക് കുറച്ചൊരു ബോധം, അബൂജഹലിന്റെ പാർട്ടിയാൻ വയ്യ, കൂക്ക് നിർത്തി. അതുകൊണ്ട് ഞാൻ 2 മണിക്കൂർ പ്രസംഗിച്ചു. ഇനി നിങ്ങൾക്ക് ആർക്കും കൂക്കണം തോന്നുക, പടച്ചോനാണേ നേര്, ഞാൻ നിർത്തൂല. നിങ്ങൾക്ക് കല്ലെറിയണമെന്ന് തോന്നുക, റബ്ബുൽ ആലമീനാണ്, ഞാൻ നിർത്തൂല. പോലീസുകാർ വന്നിട്ട് കുഞ്ഞുമോനെ നിർത്ത്, എന്നാ ഞാൻ നിർത്തൂ. വേറെ ഇപ്പൊ കുറച്ച് ആൾക്കാരെ നിർത്തണം എന്ന് വിചാരിക്കുക, ഇല്ലട്ടോ. ഈ പരിപാടി ഇവിടുന്ന് ആ പെർമിഷൻ എടുത്ത സമയം വരെ മലിക്കുൽ ജബ്ബാറായ റബ്ബ് തൗഫീഖ് എന്നാ പ്രസംഗിക്കും. അതാ അതിന്റെ പോളിസി. കാരണം ഞങ്ങൾക്ക് പറയണതിന് ചില തെളിവുകൾ. അപ്പൊ അള്ളാഹു ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 17-18 വചനങ്ങൾ ആർക്കും പരിശോധിക്കാതാണ്. അതാണ് അധ്യായ നമ്പറും ആയത്ത് നമ്പറും പറയുന്നത്. എല്ലാവരുടെ കയ്യിലും ഖുർആൻ ഒന്നാ, അതുകൊണ്ട് പരിശോധിക്കാം. വ്യാഖ്യാനങ്ങൾക്കാണല്ലോ ഇപ്പൊ കുഴപ്പമോ. ആയത്ത് എവിടെ ഉണ്ട്, ആയത്ത് നമ്പറും കാണാം, പരിശോധിച്ചോളൂ. അതിൽ അല്ലാഹ് പറയാണെന്ത്, നബിയേ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവരുടെ പ്രത്യേകത എന്താ? അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കും, എന്നിട്ട് നല്ലതാണോ അതിലേറ്റവും നല്ലത് അവർ പിന്തുടരും. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹുമുൽ അൽബാബ്. അവരാണ് ഹിദായത്ത് ലഭിച്ചവർ, അവരാണ് ബുദ്ധിയുള്ളവർ. അല്ലേ? ശ്രദ്ധിച്ച് കേട്ടു വെക്കുക. എന്താ പറയുന്നത്, എന്താണ് അവർക്ക് പറയാനുള്ളത്, അത് കേട്ടൂടെ. എന്തിനാ ബഹളോ? കേട്ടോട്ടെ, എല്ലാരും കേട്ടോട്ടെ, എല്ലാരും അറിഞ്ഞോട്ടെ, എന്നിട്ട് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ഇത് ശരിയല്ല അല്ലാന്ന്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്നിട്ട് ഒരു തവണ കേട്ടിട്ട് പറ്റ മോശാണോ, എന്നാ വേണ്ടാന്ന് വെച്ചേക്കുക. ഇനി അതല്ല, ഇതിൽ പറയണേ ചില കാര്യമുണ്ടോ? ചങ്ങാതിമാരെ, ഒരു രോഗം മാറാൻ ഒരു ഡോക്ടർ മരുന്ന് എന്നാൽ നിരീശ്വരവാദിയാണെങ്കിലും ഒരു രോഗം മാറാനാണ് അത് കഴിച്ചൂടെ? അതല്ലേ നമ്മുടെ പോളിസി? 10 ആള് 10 മരുന്ന് തന്നു, അതിലൊരു നിരീശ്വരവാദി തന്ന മരുന്നിന് ആ മൂല്യമുള്ളെങ്കിൽ അത് കഴിച്ചൂടെ? മുജാഹിദുകൾ പറയുന്നതാണ് സത്യമെങ്കിൽ അത് സ്വീകരിച്ചൂടെ? മുജാഹിദാന്ന് പേര് വെക്കണ്ട. മുജാഹിദ് പള്ളിയിൽ വരണമൊന്നുമില്ല, പക്ഷെ ദീനനുസരിച്ച് ജീവിക്കണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താ? വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടത്, ഇവിടെ മുസ്ലിം സംഘടനകൾ ഒരുപാടുണ്ട്, ധാരാളം സംഘടനകൾ. ഇവരെല്ലാരും പറയുന്നത് ഞങ്ങൾ പറയണാണ് ശരി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോരുത്തരും ഓരോരുത്തരുടെ പാർട്ടിയിൽ സ്വയം തൃപ്തരാണ് എന്നാ. വല്ലാത്തൊരു വചന ഖുർആനിലെ സൂറത്ത് റൂമിലുള്ളതാണ്. സൂറത്ത് റൂം 30-ാം അധ്യായം 33-ാമത്തെ വചന. എല്ലാരും ഓരോ പാർട്ടിയിൽ സ്വയം തൃപ്തരാണ്, ഞങ്ങളതാ ശരി. ഇനി ആ വാദം ഒന്ന് വിട്ടിട്ട് നമ്മുടെ ഇത് ശരിയാണോ എന്നൊന്ന് ചെറുതായിട്ട് പരിശോധിക്കുക. അവർ പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ചെവി കൊടുക്കണേന് ചങ്ങായിമാരെ ആകാശം ഇടിഞ്ഞു പോവോ? ആ അർത്ഥത്തിൽ നമ്മളൊന്ന് കേട്ടു നോക്കുക. അങ്ങനെ കേട്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ, പ്രമാണമായിട്ട് തോന്നുന്നുണ്ടോ എങ്കിൽ സ്വീകരിക്കാം. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ പുത്തൻവാദികള്? ഈ പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ വാദങ്ങൾ. വളരെ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്തത് ആറ് വാദിക്കുന്നുവോ അതാണ് പുത്തൻവാദം. അതാണ് നമ്മുടെ ചർച്ച. അല്ലാതെ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചോ ഇന്റർനെറ്റ് കണക്ഷനെ കുറിച്ചോ അതൊക്കെ പുതിയതാ. മൈക്ക് പോലും പുതിയതാ. ആ അർത്ഥത്തിൽ ഇത് വിദഗ്ധത്താണ്, സാങ്കേതികമായൽ ഭാഷാപരമായി അല്ലേ ആണ്. പക്ഷെ നമ്മളവിടെ പറയുന്ന പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെയും സംഭവ ബഹുലമായ 23 കൊല്ലത്തെ തന്റെ പ്രൗഢമായ ജീവിതത്തിലൂടെയും വിശ്വാസ കർമ്മ ആചാര രീതികളിൽ ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞ വൈയക്തിക വൈദേശിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ വിശ്വാസ ദാമ്പത്യ സാമ്പത്യ ജീവിതങ്ങളിലെല്ലാം ഇസ്ലാം എന്തൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞോ, എന്തൊഴിവാക്കണമെന്ന് പറഞ്ഞോ, അത് കറക്റ്റായിട്ട് ആചരിച്ചാൽ ദീൻ. അതിലില്ലാത്തത് ആര് കൊണ്ടുവന്നാലും ഏത് പ്രസ്ഥാനമായാലും അതൊക്കെ പുതിയതാണ്. മതത്തിന്റെ പേര് ഇത് പുണ്യമുള്ളതാണ്, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം, സുന്നി പ്രസ്ഥാനത്തിൽ ഒരു മഹാപണ്ഡിത കേസരിയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന ഗ്രാൻഡ് മുഫ്തി. അദ്ദേഹത്തിന് അഹ്ലുസുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അഹ്ലുസുന്ന. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയണ അതിന്റെ മൂന്നാമത്തെ അധ്യായം വിശുദ്ധ പാരമ്പര്യം എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നത് ശരീഅത്തിൽ മതമാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. റസൂലിന്റെ വാക്ക്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, റസൂലുള്ളാഹിന്റെ മൗനാനുവാദം. നബിയുടെ മുമ്പിൽ വെച്ച് സഹാബികൾ ഒന്ന് ചെയ്യുക,
എന്നിട്ട് നബി മൗനം കൊണ്ടത് അംഗീകരിക്കുക, തിരുത്താതിരിക്കുക, എന്നിട്ട് അത് മതമായി സ്വീകരിക്കപ്പെടുക എങ്കിൽ അത് ദീനാണ്. നബിയിൽ നിന്ന് തെളിവ് വേണം. നബി ചെയ്തോ എന്ന് ആരാ പറയുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ AP സുന്നികളുടെ ഗ്രാൻഡ് മുഫ്തി. അദ്ദേഹത്തിന്റെ പുസ്തകം അഹ്ലു സുന്ന എന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായം വിശുദ്ധ പാരമ്പര്യം എന്ന തലക്കെട്ടിൽ തൊട്ടു താഴെയുള്ള പാരഗ്രാഫാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. തുടക്കം 4-5 വരികളാണ്, അന്ന് പരിശോധിക്കാം. ശരി, അപ്പൊ എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? ഏതോ അത് ദീൻ. ഇപ്പൊ റസൂൽ പറയാണ് ഒരു സ്ഥലത്ത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇത് പറയാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഈ വചനത്തിന്റെ അർത്ഥം എന്താ അറിയോ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ കാര്യത്തിലില്ലാത്ത, മതത്തിലില്ലാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അത് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മതത്തിലില്ലാത്ത ഒരു കാര്യം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നാം പ്രവർത്തിക്കാത്ത ഒരു പ്രവൃത്തി മതമെന്ന നിലയിൽ ഒരാൾ ആചരിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ജീവിതത്തിൽ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ള പറയാണ്, ആര് നിങ്ങളോട് നുണ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് നുണ പറയില്ല. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല. അനബിനു അബ്ദുൽ മുത്തലിബ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ നേരെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് റസൂൽ പറഞ്ഞു, അനനബിയുല്ലാ കദിബ്, ഞാൻ കള്ളമല്ല നബിയാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല. ആര് നിങ്ങളെ വഞ്ചിച്ചാലും ഞാൻ നിങ്ങളെ വഞ്ചിക്കില്ലെന്ന് ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ലാത്ത റസൂൽ പറയാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ മതത്തിലില്ലാത്ത ഒരു കാര്യം ആര് കൂട്ടിച്ചേർത്താലും, അത് അബൂബക്കറാവാം, ഉമറാവാം, ഉസ്മാനുൽ റളിയല്ലാഹു അൻഹുമാ, ഇവരാവാം, ആരുമാവാം, അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് പറയാൻ ഒരു പ്രത്യേക പശ്ചാത്തലുണ്ട്. എന്തറിയോ? ആയിഷ ബീവിയുടെ റസൂലുള്ളാഹി ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ ആയിഷ ബീവിയുടെ സമീപത്ത് 3 ആളുകളും വന്നിട്ട് അവർ റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചു. നബി എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു? കാന ഖുൽഖുഹു വൽ ഖുർആൻ. നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. ഖുർആൻ എന്ത് പറഞ്ഞുവോ, ഖുർആൻ എന്ത് വിശ്വസിക്കണമെന്ന് പറഞ്ഞുവോ അത് വിശ്വസിച്ചിട്ടുള്ള ആളാണ്. എന്താചരിക്കണമെന്ന് പറഞ്ഞുവോ അതാചരിച്ചിട്ടുള്ള ആളാണ്. ഖുർആൻ എന്ത് ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിച്ചുവോ അത് പൂർണ്ണമായി ചെയ്ത ലോകത്തിലെ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന ഖ്യാതി മുഹമ്മദ് നബിക്കല്ലയോ? വറഫഅനാ ലക ദിക്റക. നബിയേ, ലോകം മുഴുക്ക താങ്കളുടെ കീർത്തി വായിച്ചിരിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ ഓരോ മിനാരങ്ങളിൽ ഓരോ സെക്കൻഡിൽ ലോകത്ത് നിലക്കാത്ത ഒരു പ്രവാഹമുണ്ടെങ്കിൽ അത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശേഷം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന മുദ്രാവാക്യമാണ്. വറഫഅനാ ലക ദിക്റക. ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലാത്ത റസൂല്, ആ റസൂല് പറയാണ്, ആ റസൂലിന്റെ ജീവിതം കാന ഖുൽഖുഹു വൽ ഖുർആൻ. നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. ആ റസൂലുള്ളാഹിനെ പറ്റി ചോദിച്ചപ്പോൾ സഹാബികൾക്ക് തോന്നി, നമ്മളതൊക്കെ കുറഞ്ഞു പോയിട്ടോ. അതുകൊണ്ട് നബിയാണ്, നമ്മൾ നാടൻ മനുഷ്യരല്ലേ. അതുകൊണ്ട് അതിലൊരു സഹാബി എന്ത് തീരുമാനിച്ചു? ഞാൻ പകല് മുഴുവനും നോമ്പ് നോൽക്കും, ഒറ്റ പകലും ഞാൻ ഒഴിവാക്കുകയില്ല, ഒറ്റ പകലും നോമ്പ് നോൽക്കാതിരിക്കുകയില്ല. വേറൊരാള് തീരുമാനിച്ചു, ഞാൻ വിവാഹം തന്നെ കഴിക്കില്ല, ബ്രഹ്മചര്യം ആചരിച്ചുകൊണ്ട് ഇബാദത്തിൽ മുഴുകി പർണശാലകളിൽ ഞാനൊരു ബ്രഹ്മചാരിയായി ജീവിച്ചുകൊള്ളുമെന്ന് തീരുമാനിച്ചു. വേറൊരാള്, ഞാൻ രാത്രിക്കാലിൽ നീര് കെട്ടുമാറ് എല്ലാ രാത്രിയും ഞാൻ നമസ്കരിക്കും. പ്രത്യക്ഷത്തിൽ എന്താ? നിസ്കാരമല്ലേ, രാത്രിയല്ലേ, ദീർഘമായ നമസ്കാരമല്ലേ, അത് നല്ലതല്ലേ? പകലല്ലേ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയല്ലേ? പകലിലെ നോമ്പല്ലേ, നോമ്പ് പുണ്യമല്ലേ? നോമ്പല്ല കൽപ്പിച്ചതല്ലേ? റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോവില്ലേ?
ഇബാദത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. സൂറത്ത് അദ്ദാരിയാത്തിൽ 51-ാം അധ്യായത്തിൽ 56, 57 സൂക്തങ്ങളിൽ മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഒരാൾ ഇബാദത്ത് മുഴുക്ക ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നല്ലതല്ലേ? എന്നിട്ട് റസൂല് പറയുന്നത് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പകൽ മുഴുവൻ നിസ്കരിച്ച ഞങ്ങൾ മുസ്ലിം അല്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പകല് മുഴുവനും നിങ്ങൾ നമസ്കരിച്ചാൽ മുസ്ലിം അല്ല. ആരാ പറയുന്നത്? റസൂലാണ് പറയുന്നത്. റസൂല് പറയാണ്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, ഞാൻ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്റെ പകലുകൾ നോമ്പുകളില്ലാത്ത പകലുകൾ, എന്റെ പകലുകൾ നോമ്പുകളുള്ള പകലുകൾ, എന്റെ രാത്രികൾ നമസ്കാരമുള്ള രാത്രികൾ, എന്റെ രാത്രികൾ ഉറങ്ങുന്ന രാത്രികൾ. കണ്ണിനോട് ബാധ്യതയുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് സന്താനങ്ങളുണ്ട്. അതുകൊണ്ട് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഇതൊക്കെ നാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മതത്തിൽ അതിരി കവിയല്ലേ. ഞാൻ പഠിപ്പിച്ചതെന്തോ അത് ചെയ്തോ. തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈലാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ. അതിന്റെ രാത്രിയുണ്ടല്ലോ പകല് പോലെ പ്രശോഭിതമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടിതാ. റസൂലേ, അങ്ങെന്ത് പഠിപ്പിച്ചുവോ അതാണ് ഞങ്ങളുടെ ദീൻ. അങ്ങെന്ത് വർജിക്കാൻ പറഞ്ഞുവോ അത് ഞങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഈ നിലപാടാണ് ഒരു വിശ്വാസിക്കുള്ളത്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? പുതുതായി ഉണ്ടായതല്ല. ഞാൻ നിങ്ങൾക്ക് റിസാലയിൽ നിന്ന് ഒരു ഉദ്ധരണി വായിച്ചുതരാം. റിസാല ചീഫ് എഡിറ്റർ സുലൈമാൻ സഖാഫി മാളിയക്കലാൻ. ഇതാണ് റിസാല. ഇതാ റിസാല. ഈ റിസാലയിൽ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ചൊരു ലേഖനം. സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് അപ്പോ ഇതിലെ ഒരു ലേഖനം ഞങ്ങൾക്ക് കുറച്ച് കാര്യം വായിച്ചു തരാം. 2001 നവംബറിലെ റിസാലയാണ്. 2001 നവംബറിലെ റിസാലയാണ്. ഈ റിസാലയില് സത്യമാർഗം സുന്നത്ത് ജമായത്ത്, സത്യം തലക്കെട്ട് സത്യം, സത്യമാർഗം സുന്നത്ത് ജമായത്ത്, പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ്, സുന്നികളിൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഈ ലേഖനത്ത് പറഞ്ഞ കാര്യം സുന്നികൾ അംഗീകരിക്കില്ല, പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, മുജാഹിദുകൾ. ഈ ലേഖനം എഴുതിയ വ്യക്തി പോലും ഇത് അംഗീകരിച്ചിട്ടില്ല. എന്താ? ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത്ര സുന്ദരായിട്ട് സുന്നിയക്ക് പറയാൻ കഴിയും. സത്യ അവർ വിചാരിച്ചാൽ കഴിയും, നമ്മളെക്കാൾ കഴിയും. അതാണ് ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, കേട്ടോളൂ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തരികയും നബി വാക്കിലൂടെയും പ്രവർത്തികളിലൂടെയും കാണിച്ചു തരികയും മൗനാനുവാദത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്ത നടപടിക്രമങ്ങളാണ് സുന്നത്ത്. എന്താ സുന്നത്ത്? സുന്നത്ത് ഞാനൊന്ന് വായിക്കാം, കേട്ടോളൂ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അറിയിച്ചു തരികയും നബി വാക്കിലൂടെയും പ്രവർത്തികളിലൂടെയും കാണിച്ചു തരികയും മൗനാനുവാദത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്ത നടപടിക്രമങ്ങളാണ് സുന്നത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഉണ്ട്. അതെന്താ? അള്ളാഹു നബിയിലൂടെ അറിയിച്ചു തരണം എന്നത് സുന്നത്താണ്. അതാണ് അടിവര. ശരിക്കും മനസ്സിലായിക്കോളി. വളരെ ഗൗരവമായി സുന്നികളെ പോലെ എഴുതിയ മനുഷ്യൻ പോലെ ഇത് വായിച്ചിട്ടുണ്ടാവില്ല. ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മൂപ്പര് എഴുതണമല്ലോ. ആഴ്ചയിൽ എഴുതിയിട്ടില്ലെങ്കിൽ സംഗതി പോകുമല്ലോ, അല്ലേ? അപ്പൊ എഴുതണം. അതുകൊണ്ട് മൂപ്പര് എഴുതിയ. കാരണം ഇത് മൂപ്പര് ആത്മാർത്ഥമായിട്ട് എഴുതിയെങ്കിൽ മൂപ്പർക്ക് സുന്നിയാൻ കഴിയില്ല. എന്താ? കേട്ടോളൂ. അള്ളാഹു നബിയിലൂടെ അറിയിച്ചു തരികയും, അതാണ് കണ്ടീഷൻ. ഒരു കാര്യം സുന്നത്താകണേ നബി വിചാരിച്ചാൽ കഴിയില്ല, പിന്നെ അള്ളാഹ് അറിയിക്കണം. അപ്പൊ അള്ളാഹ് അറിയിക്കൽ എപ്പം നിന്നു? നബി മരിക്കണേനോടുകൂടി നിന്നു. ശ്രദ്ധിച്ചേ, മൗലികമായിട്ട് ശ്രദ്ധിച്ചോ, ഞാൻ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയിലൂടെ അറിയിച്ചു തരികയും നബി വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും കാണിച്ചു തരികയും മൗനാനുവാദത്തിലൂടെ അംഗീകരിക്കുകയും ചെയ്ത നടപടിക്രമങ്ങളാണ് സുന്നത്ത്. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഖുർആനു ശരീഫിന്റെ വ്യാഖ്യാനങ്ങളാണ്. സുന്നത്ത് പറഞ്ഞാൽ എന്താണ്? ഖുർആനു ശരീഫിന്റെ വ്യാഖ്യാനങ്ങളാണ്. ഖുർആൻ അവതരണം അവസാനിച്ച സുന്നത്തും അവസാനിച്ചു. കണ്ടോ? ശരിക്കും മനസ്സിലാക്കിക്കോ. ഖുർആനിന്റെ അവതരണം കഴിഞ്ഞാൽ സുന്നത്തും അവസാനിച്ചു. വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കോ.
എന്നിട്ടോ ഈ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്ത്. അവരുടെ സംഘത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നു. ഇത് അംഗീകരിച്ചോ? നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല, നിങ്ങളുടെ ജീവിതം അതാണ് സാക്ഷ്യം. പക്ഷെ ഇത് ഞങ്ങൾ അംഗീകരിച്ചു. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം, ഞങ്ങൾ അംഗീകരിച്ചോ, നിങ്ങൾ അംഗീകരിച്ചോ? അടുത്ത വാചകോട് കേട്ടോ. എനിക്ക് ശേഷം സമൂഹത്തിൽ അനേകം ഭിന്നിപ്പുകൾ നിങ്ങൾ കാണാനിടയാകും. റസൂല് പറയാൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിം സമൂഹം ഭിന്നിച്ചതിനെ കുറിച്ച് ആവലാതിപ്പെടുന്ന സോളിഡാരിറ്റി, NDF പോലെയുള്ള സംഘടനകൾ, അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. 2 എണ്ണത്തിന് അള്ളാഹ് ഉത്തരം നൽകി. ഒന്നിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു, ഇല്ല മുഹമ്മദേ, നിന്റെ ആഗ്രഹം നടക്കുകയില്ല. 2 എണ്ണം എന്താണ്? ഒന്ന്, അള്ളാഹുവേ, ഈ ഉമ്മത്ത് പൂർവകാല സമുദായത്തെ പോലെ പ്രളയത്തോടെ ഭൂകമ്പത്തോടെ നശിപ്പിക്കപ്പെടരുത്. 2, ബാഹ്യശക്തികളുടെ അക്രമത്തിലൂടെ പൂർണ്ണമായി മുസ്ലിം സമൂഹം നിഷ്കാസിതമാകരുത്. ഇറാഖിൽ എത്ര തന്നെ ബോംബിട്ടാലും, ഇറാനിൽ എത്ര തന്നെ ബോംബിട്ടാലും, അതുപോലെ ഫലസ്തീനിൽ എത്ര തന്നെ ബോംബിട്ടാലും, ലബനാനിൽ എത്ര ബോംബിട്ടാലും മുസ്ലിം അവശേഷിക്കും. സത്യമാണ്, അത് അള്ളാഹു ഏറ്റ വാക്കാണ്. ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇസ്രയേലിന് കഴിയില്ല, അമേരിക്കക്ക് കഴിയില്ല, ബ്രിട്ടന് കഴിയില്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ ദമഷ്ട്രങ്ങൾ എത്ര തന്നെ മുന്നോട്ട് വന്നാലും റസൂല് പറയാണ്, എന്റെ ഉമ്മത്ത് സമൂലമായി മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തുടച്ചു മാറ്റപ്പെടല്ലേ റബ്ബേ. അല്ലാഹ് പറഞ്ഞു, ശരിയാണ്, ഞാൻ ഏറ്റു. 3-മതൊരു കാര്യം റസൂല് പറഞ്ഞു, എന്റെ ഉമ്മത്തൊരു കാലത്തും ഭിന്നിക്കല്ലേ. അല്ലാഹ് പറഞ്ഞു, മുഹമ്മദേ, അത് സ്വീകരിക്കപ്പെടില്ല, നിന്റെ ഉമ്മത്ത് ഭിന്നിക്കുക തന്നെ ചെയ്യും. പരിശോധിച്ചോ? പക്ഷേ റസൂൽ തന്നെ പറയാ, വസയറാ ഇഖ്തിലാഫൻ കസീറാ, നിങ്ങൾ എനിക്ക് ശേഷം എന്റെ മരണം കഴിഞ്ഞ ഉടനെ തന്നെ ധാരാളം ഭിന്നതകൾ കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? AP ഉസ്താദ് എന്ത് ചെയ്തു എന്നല്ല. മുജാഹിദിനുമുണ്ടൊരു AP ഉസ്താദ്, സുന്നികൾക്കുണ്ടൊരു അഖില ലോക AP ഉസ്താദ്. ഞങ്ങളത് പാവപ്പെട്ട പത്തപ്പിര്യത്തെ ഉണങ്ങിച്ചുളിഞ്ഞ ചുരുണ്ട ഒരു ചെറിയ മനുഷ്യൻ, അദ്ദേഹം എന്ന AP. അള്ളാന്റെ റസൂല് പറയാൻ, വസയറാ ഇഖ്തിലാഫൻ കസീറാ, എന്റെ ഉമ്മത്തിൽ അനേകം ഭിന്നതകൾ കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ സച്ചരിതരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗം സ്വീകരിക്കണം. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. റസൂലിന്റെ വാക്ക് ഞാൻ റിസാലയിൽ നിന്ന് വായിക്കാം കേട്ടോ. എനിക്ക് ശേഷം സമൂഹത്തിൽ നിങ്ങൾ അനേകം ഭിന്നിപ്പുകൾ കാണാനിടയാകും. അപ്പോൾ എന്റെയും സന്മാർഗജാരികളായ എന്റെ ഖലീഫമാരുടെയും മാർഗം നിങ്ങൾ സ്വീകരിക്കുക. അതിനെ നിങ്ങൾ മുറുകെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക. അടുത്ത വാചകം സുന്നികൾ പോലും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വാചകം കേട്ടോ. പുതിയ മാർഗങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. എനിക്ക് ശേഷമുണ്ടാകുന്ന 10 കൊല്ലം മുമ്പുള്ളതല്ല പറയുന്നത്, 5 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതല്ല. കേട്ടോ, വാചകം കേട്ടോ. റിസാലക്കാരാ, നിനക്ക് ആത്മാർത്ഥത ഉണ്ടേ കേട്ടോ. സുന്നി പ്രസ്ഥാനം പിരിച്ചുവിട്ടോ. എന്താണ്? എനിക്ക് ശേഷമുണ്ടാകുന്ന പുതിയ നടപടിക്രമങ്ങൾ പുത്തനാചാരമാണ്. റസൂലിന് ശേഷം ഉണ്ടാകുന്നത് പുത്തനാചാരമാണ്. പിന്നെയോ അവയെല്ലാം ദുർമാർഗങ്ങളാണ്. ആണോ? സമ്മതിച്ചോ? ശരി. എന്നാ 5 കൊല്ലം മുമ്പ് ഒരു ഇബാദത്ത് ഉണ്ടായ അത് ദീനാവോ? 5 കൊല്ലം മുമ്പ് ഒരു പുതിയ മതം. 5 കൊല്ലം മുമ്പ് സുന്നിയക്കും പരിചയമല്ല. ഏത് AP സുന്നിയക്കും പരിചയമല്ല, EK സുന്നിയക്കും പരിചയമല്ല. 5 കൊല്ലം മുമ്പ്, 5 കൊല്ലത്തിന് ശേഷം ഉണ്ടായ ഒരു മതം, അത് മതാവോ? റിസാല പറയട്ടാവോ? ഇല്ല. എന്നാ കേട്ടോളൂ, വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ, വളരെ എളുപ്പം. ഇത് സെൻസിങ് ആണ്. ഇതാരറിയോ? ഇത് നമ്മൾ രവിശങ്കർ എന്നൊക്കെ പറയും, പരമപൂജ്യ രവിശങ്കർ എന്ന് പറയുന്ന ബുഖാരി തങ്ങള്. മനസ്സിലായില്ലേ? അയാളാണ് നിൽക്കുന്നത്. ഇതേതാ സെൻസിങ്? ഇത് എപ്പോഴത്തേതാ? 25 കൊല്ലം മുമ്പുള്ളതാ? അല്ല ചങ്ങായിമാരെ, 2005 കഴിഞ്ഞ കൊല്ലം 2005 നവംബർ. അധിക പഴക്കൊന്നുമില്ല കേട്ടോ. 2005 നവംബർ. ഇതിൽ കേട്ടോളിട്ടോ, നിങ്ങൾ ഉസ്താദിന്റെ ലേഖന, സൈഫുല്ലാ ചുങ്കത്തറ എഴുതിയ ലേഖനം വായിച്ചേപ്പിച്ചു. നിങ്ങൾ അറിയാതെ എഴുതിപ്പോയതാ, സാരല്ല, ഞങ്ങൾ പറഞ്ഞുതരാം. കേട്ടേ, ഇതാ ഷെയ്ഖിന്റെ ഫോട്ടോ കൊടുത്തിട്ട്, ഇതൊന്നും ഫോട്ടോ കോപ്പി അല്ല കേട്ടോ, ഒറിജിനലാ. നോക്കാ, പരിശോധിക്കാൻ ആ ഡേറ്റും ദിവസവും ഒക്കെ പറയുന്നത് കേട്ടോളൂ. സൈഫുല്ലാ ചുങ്കത്തറ
ഞാൻ വായിക്കുന്ന വാചകം ശരിക്കും ശ്രദ്ധിക്കാം, നേരത്തെ വാചകം വേറെയും ശ്രദ്ധിക്കാം. 4-5 വർഷങ്ങളായി എന്താ പറഞ്ഞേ? ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ, എനിക്ക് തെറ്റിയല്ല, നോക്കട്ടെ ഒന്നുകൂടെ. 4-5 വർഷങ്ങളായി റമദാനിന്റെ ശ്രേഷ്ഠമായ 27-ാം രാവിൽ വിശാലമായ സ്വലാത്ത് നഗറിലെത്തുന്ന ജനബാഹുല്യത്താൽ ഈ നഗരി അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടി. എന്ത് 4-5 കൊല്ലങ്ങളായി, എന്നിട്ടോ ശ്രേഷ്ഠമായ 27-ാം രാവ്. അപ്പൊ 5 കൊല്ലം മുമ്പ് ശ്രേഷ്ഠതല്ലേ 27-ാം രാവിന്? വിവരമില്ലാത്തവരോട് ചോദിക്കരുത് എന്നാ നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് വിവരം ഉണ്ടാക്കാൻ. എന്താ നിങ്ങൾ പറയണേ? 4-5 കൊല്ലങ്ങളായി ശ്രേഷ്ഠമായ 27-ാം രാവിൽ. അപ്പൊ 5 കൊല്ലം മുമ്പ് വരെ ഇതിനൊരു ശ്രേഷ്ഠതയില്ല. ഞങ്ങൾ സലാത്ത് വാർഷികം തുടങ്ങിയെന്നാ എപ്പോ 5 കൊല്ലായിട്ടേ ഉള്ളൂ. നിങ്ങൾ പറയണ, നിങ്ങൾ എഴുതിയതാ പച്ച മലയാളത്തിൽ. റിസാല നിങ്ങൾ പറയണ എന്താ? എനിക്ക് ശേഷം ഉണ്ടാകുന്ന പുത്തനാചാര ദുർമാർഗ നരകത്തിലേക്കാ. അപ്പൊ ഖലീൽ തങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് പച്ചയായ നരകത്തിലേക്ക്. അതുകൊണ്ട് മുജാഹിദായിക്കോ. അല്ല അപ്പൊ എന്താ എനിക്ക് പറയാനുള്ളത്? ജമായത്തായിട്ട് കാര്യമല്ല, കാരണം അവർക്ക് എല്ലാ വിധത്തും ഉണ്ട്, എല്ലാ കാര്യം. NDF ആയിട്ട് തീരെയും കാര്യമല്ല, കാരണം മനുഷ്യനായിട്ട് ജീവിച്ചാലല്ലേ നമുക്കിവിടെ ദീനൊക്കെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമല്ലോ. കുശു AK പൊട്ടിച്ചവരെടുക്കണമെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ അത് ലബനാൻ പോലെ ആയി പോവും. അതുകൊണ്ട് അതും വേണ്ട. പിന്നെ എന്താ ഇപ്പം വേണ്ടി? മുജാഹിദാകുക, വേറെ രക്ഷയൊന്നുമില്ല. 4-5 വർഷങ്ങളായി റമദാനിന്റെ ശ്രേഷ്ഠമായ 27-ാം രാവിൽ. അപ്പൊ പൊന്നാര സുന്നികളെ 5 കൊല്ലം മുമ്പുള്ള വലിയ സുന്യക്ക് പോലും ഇത് പരിചയമല്ല. ഏത് ഈ സലാത്ത് വാർഷികം? ഇതിപ്പോ എന്തറിയോ? മാതാമൃതാനന്ദമയി, അതുപോലെ നമ്മുടെ സായിബാവ, ശ്രീ 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 പരമപൂജ്യം രവിശങ്കർ, ഇതൊക്കെ കണ്ടപ്പോ മൂപ്പിലാൽക്കൊരു തോന്നല്, ചിക്കിളി ഉണ്ടാക്കാൻ നല്ല വരുമാനം. എന്താ ഇങ്ങനെ ഒരു വാർഷികം സംഘടിപ്പിക്കുക? അത് 27-ാം രാവിലാകുക. എന്നാ പാവപ്പെട്ട കുറെ ആളെ കിട്ടല്ലോ, എന്തിനും കുറെ ആളെ കിട്ടും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ബോംബെ, മഹാരാഷ്ട്ര കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശക്തമായ മഴ പെയ്തിട്ടാകെ മുങ്ങിക്കുളിച്ചു നിൽക്കുക. അപ്പൊ എന്താ, കടലിലെ വെള്ളത്തിനൊക്കെ മാറ്റം വന്നു. പാറയിൽ വെള്ളം കയറി കുറെ ദിവസം നിന്നാ ഉപ്പ് രസം പോയിട്ട് അതിനൊരു ചെറിയ മതിർപ്പുണ്ടാവും. ആ വെള്ളം ചെന്നപ്പോ എന്താണ്, ബോംബെയിലെ ദർഗന്റെ തൊട്ട് പിന്നിൽ കുറച്ച് വെള്ളത്തിന് ഒരു മധുരോ. അപ്പൊ കണ്ട് ഖുറാഫികൾ വട്ടത്തിൽ കുടിച്ചൂടിയടാ, കുടിച്ചൂടി. ഇന്നത്തെ പത്രത്തിലെ വാർത്തയാ. എന്താ ചെയ്യ? എന്ത് കണ്ടാലും എന്തിന്റെ പിന്നാലെ ഓടാൻ വിധിക്കപ്പെട്ട ഒരു ജനത. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ എല്ലാ കടലിനെ പറ്റി അറിയാവുന്ന, ഭൂഗർഭശാസ്ത്രത്തെ പറ്റി അറിയാവുന്ന, തിരമാലകളെ പറ്റി അറിയാവുന്ന, പാറയെ പറ്റി അറിയാവുന്ന പഠിച്ച ശാസ്ത്രജ്ഞന്മാരൊക്കെ പറഞ്ഞു, മക്കളെ ഇതിങ്ങനെ കുറെ ദിവസം മഴ പെയ്തതിന്റെ ഫലമായി കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റ, അല്ലാണ്ട് ദർഗയിലെ ഷെയ്ഖിന്റെ പ്രത്യേകത ഒന്നല്ല. എത്ര കാലമായി ആ ദർഗ കിടക്കണ്, എത്ര കാലമായി ചെങ്ങായിമാരെ ഈ കൂട്ടര് പഞ്ചാര വെള്ളം കലക്കാൻ പഞ്ചാര വാങ്ങണ്, നാം മൂപ്പർക്കട് കലക്കി കൊടുത്താ പോരെ. നമ്മൾ കുറെ മുമ്പ് ഗണപതി വിഗ്രഹം പാലൊടിച്ചു എന്ന് പറഞ്ഞപ്പോ ഒറ്റ മുസ്ലിം അത് അംഗീകരിച്ചില്ല. ഇപ്പതാ നമ്മളെ ഷെയ്ഖ് പഞ്ചാര കലക്കി എന്ന് പറഞ്ഞപ്പോൾ വേഗം വിശ്വസിച്ച്. അപ്പൊ നിങ്ങൾക്കാകാൻ ഞങ്ങൾക്ക് ആയിക്കൂടാന്നോ? ഇത് ഹിന്ദുവിനാകാൻ ഞങ്ങൾക്ക് മാപ്പിളാർക്ക് ആയിക്കൂടാന്നോ? നിങ്ങൾക്ക് എന്തായി പോയി കൂട്ടരെ? അപ്പൊ ഇതൊക്കെ വളരെ ഗൗരവമായി മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാലേ തിന്നാനാ, ചിക്കിളി ഉണ്ടാക്കാനാ, എന്തെങ്കിലുമൊക്കെ മാർഗം എന്ത് പറഞ്ഞാലും കുറെ പെണ്ണുങ്ങളെ കിട്ടൂ, കുറെ ആണുങ്ങളെയും കിട്ടൂ. ഒന്നും ജീവിതത്തിൽ തല വർക്ക് ചെയ്തിട്ടേ അല്ല, അങ്ങനെ കിടക്കാണ്. മുന്നിൽ പോകുന്നവൻ എന്താ പറഞ്ഞ അങ്ങനെ, അല്ലാതെ നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കർച്ചീഫ് വാങ്ങാൻ ആരെയും മുസ്ലിയാരെയും മൗലൈനെയും കൊണ്ടുപോവോ? പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ മുസ്ലിയാർ പറഞ്ഞു തന്നെ ശരി. നമ്മൾ ഷർട്ട് എടുക്കുമ്പോ പോയും കാക്ക, അത് നിങ്ങളെ പണി, ഇത് ഞങ്ങളെ കാലോ. മാർബിൾ എടുക്കാൻ പോകുമ്പോ ആരെയും മുസ്ലിയാരെ കൂട്ടി പോവോ? അത് ഏതായാലും നിങ്ങൾ 10-50 കൊല്ല, നിങ്ങൾ എന്നെ എടുത്താൽ മതി, 50 കൊല്ലം മുമ്പുള്ള ഓടായിക്കോട്ടെ എന്ന് നമ്മൾ പറയുമോ? വന്നത് സുന്നത്ത് ജമാഅത്ത് സത്യമാർഗം എന്ന ലേഖനത്തിൽ പറയുന്നത് എനിക്ക് ശേഷം ഉണ്ടാവണമെന്നാ. അപ്പൊ ഇത് 5 കൊല്ലായിട്ടേ തുടങ്ങിയിട്ട്. ഈ 5 കൊല്ലായിട്ട് തുടങ്ങിയതിന് അള്ളാന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇവിടെ എന്താ സുന്നത്ത് ജമാഅത്ത് പറയുന്നത്? അള്ളാഹു നബിയിലൂടെ അറിയിച്ചു തന്നതാണ് സുന്നത്ത്. ഇനി നിങ്ങൾ ആലോചിച്ചോ, വളരെ വളരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്, ശ്രദ്ധിച്ചോ. എന്നാലും നിങ്ങൾ നോക്കൂ, റമദാന്റെ അവസാനത്തെ 10 നബി പഠിപ്പിച്ച കുറച്ച് സുന്നത്തുണ്ട്. അത് കൊന്നുകൊണ്ടാണ് ഇവരിത് ചെയ്യണത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി വായിച്ചു തരാം. ചിരിച്ചു പോയി നമ്മള്, എന്താ പറയുന്നത് ഇവർക്ക് നോർമല്ല. നിങ്ങൾ നോക്ക്, ആദ്യം ഇസ്ലാം പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി പറയാ. ആയിഷ ബീവി റമദാനിന്റെ അവസാനത്തെ 10 വന്നാൽ അരമുറുക്കിയെടുത്ത് റസൂലുള്ളാഹ് പള്ളിയിലേക്ക് ആളുകളെ വിളിച്ചുണർത്തും. എന്നിട്ട് ഈതികാഫ് നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാണ്, വആകിഫൂന ഫിൽ മസാജിദ്, പള്ളിയിൽ ഈതികാഫ് ഇരുന്നോ. അള്ളാന്റെ ഗ്രന്ഥാ പറയുന്നത്. 2-ാം അധ്യായം 187-ാമത്തെ വചനമാണ്. പള്ളിയിൽ ഈതികാഫ് ഇരിക്കുക,
ആ ആയത്തിനെ വിശദീകരിച്ചത് റസൂലാണ്. അവസാനത്തെ 10 8 റമദാനിൽ റസൂൽ അവസാനത്തെ 10 പള്ളിയിലിരുന്നു. റസൂലിന്റെ ഭാര്യമാരിരുന്നു. നബിയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരും ഇരുന്നു. അങ്ങനെ അവർ പള്ളിയിൽ ഈത്തിക്കാഫിരുന്നു. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ ബാത്റൂമിൽ കയറുമ്പോ ചെരുപ്പ് ധരിക്കേണ്ടത് മുതൽ വലത് കൈയിലൂടെ ഡ്രസ്സ് ധരിച്ച് ഇടത് കൈയിലൂടെ ഡ്രസ്സ് അഴിച്ചു വെക്കുന്നത് വരെ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ പഠിപ്പിച്ച നബി റമദാനിന്റെ 20ാം രാവിൽ ഒരു പൊതുമൈതാനത്ത് ചേർന്നിട്ട് അവിടെ ഒരു സലാത്ത് വാർഷികം പുണ്യമാണെങ്കിൽ അള്ളാന്റെ റസൂല് ചെയ്യാതിരിക്കോ? സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിങ്ങളെ മോചിപ്പിക്കുന്നതുമായ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് പഠിപ്പിച്ച റസൂൽ അത് പറയാതിരിക്കോ? 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ ഒരു സ്വലാത്ത് വാർഷികമുണ്ടോ? 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത് സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണമാണെന്ന് 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച് ഒരു പാൽക്കാരി പെൺകുട്ടിയെ ചെറ്റക്കുടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന്, മോനെ ആസിം, അള്ളാനെ പേടിക്കുന്ന ഒരു പെൺകുട്ടിയെ ശ്രീധനമില്ലാതെ, മണിയറയില്ലാതെ, ആർഭാടമില്ലാതെ, കാറിന്റെ അകമ്പടിയില്ലാതെ, അള്ളാനെ പേടിക്കുന്ന ഇന്നീ അഖാഫുല്ലാഹ്, പടച്ചോനെ പേടിക്കുന്നു എന്ന് പറയുന്ന ചെറ്റക്കുടിലെ പാൽക്കാരി പെൺകുട്ടിയെ എന്റെ മോനെ നീ ഭാര്യയായി സ്വീകരിക്കുമോ എന്ന് ചോദിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരൊട്ടകം വെള്ളം കിട്ടാതെ മരിച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ എന്റെ വിവരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ആ ഉമർ 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ചെറുതും വലുതുമായ സകല കാര്യത്തിലും ജാഗ്രത പുലർത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു സലാത്ത് വാർഷികം സംഘടിപ്പിച്ചിട്ടില്ല. പറയൂ, നിങ്ങൾ അവർ പുത്തൻവാദികളാണോ? 12 കൊല്ലം റസൂലുള്ളാഹിന്റെ 2 ഭാര്യമാർ, 2 മക്കളെ കല്യാണം കഴിക്കുക വഴി മഹത്തായ സ്ഥാനം ലഭിച്ച നബി ആദരിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മിസ്കീന്റെ രാജാവ് എന്നറിയപ്പെട്ട അബുൽ മിസ്കീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 12 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് 12 റമദാൻ വന്നിട്ട് 12-27 രാവുകൾ വന്നിട്ട് ഏതെങ്കിലും ഒരു മദീനത്തെ മൈതാനത്ത് ഒരു സലാത്ത് വാർഷികം സംഘടിപ്പിച്ചു എന്ന് തെളിയിക്കാനാകുമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പേരോടുമാർ, സക്കാഫിമാർ, ഫൈസിമാർ, കാമിലിമാർ എല്ലാവരും മുട്ടുമടക്കുകയല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് സത്യമില്ല, നിങ്ങൾക്ക് ദീനില്ല, നിങ്ങൾക്ക് ദീനിന്റെ പിൻബലമില്ല. ഈ കാര്യത്തിൽ ആ 10 ദിവസം അള്ളാഹുവിന്റെ പുണ്യമാശിച്ച് അവന്റെ ഭവനത്തിലിരുന്ന് ഇഴ്തികാഫിലിരുന്ന് ദിക്ർ ചൊല്ലി ആയത്തോതി പ്രാർത്ഥിച്ച് സുജൂദിൽ കിടക്കേണ്ട മുസ്ലിമിനെ തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള റോഡുകളിലൂടെ സകല സിനിമാ പോസ്റ്ററുകളും കാണിച്ച് സകല പെണ്ണിന്റെ അർദ്ധനഗ്നകളും കാണിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടുവന്ന് കോടികൾ സമ്പാദിക്കുന്ന പുരോഹിത, നീ നാളെ മത്സരയിൽ വരുന്ന രംഗം അപാരമാണ്. നിന്റെ കൊടവയറി ചാടിയിട്ട് ആ കൊടവയറിൽ കുടൽമാല പുറത്തേക്ക് വന്നിട്ട് ആസ് കല്ലിലാട്ടുന്ന പോലെ നിന്നെ ആട്ടുമെന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനമല്ല, ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബിയാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞതത്രേ ശരി. ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 34-ൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി ലയഖുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. മനുഷ്യരെ, സത്യവിശ്വാസികളെ, വാരത്തിന്റെ അടുത്ത പ്രദേശത്ത് ജീവിക്കുന്ന സഹോദര, അള്ളാന്റെ വചനമാണ്. എന്താ വചനം? സത്യവിശ്വാസികളെ, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഭൂരിപക്ഷം പുരോഹിതന്മാരും നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ്, അതുവഴി നിങ്ങളെ മതത്തിൽ നിന്ന് തെറ്റിക്കുന്നവരാണ്. ഇനി ആലോചിച്ചോ, മുജാഹിദ് പ്രസ്ഥാനം ഒരുത്തന്റെ 1 ഉറുപ്പി ഇന്നോളം തിന്നിട്ടില്ല. ഉണ്ടോ? കല്യാണ വീട്ടിൽ അൽഫാത്തിഹ, പിയാപ്പിള ഇറങ്ങും 500 ഉറുപ്പ്യ, പിയാപ്പിള കയറുമ്പോ അൽഫാത്തിഹ, തവളക്കണ്ണൻ 500, പിയാപ്പിള മരിച്ചാൽ അന്ന് യാസീൻ ഓതി തവളക്കണ്ണൻ 500, നെയ്ച്ചോറ്, ബിരിയാണി. ഇതില്ലാത്ത ആരാ? മുജാഹിദുകൾ. അതുകൊണ്ട് അള്ള പറയണ ആരാ? നിങ്ങളെ ഉസ്താദുമാരെ പറ്റിയാ പറയുന്നത്.
ഞങ്ങളെ പറ്റിയല്ല. സത്യം, ഇത് അള്ളാന്റെ വചന. ഇത് പറയാൻ നാട്ടിൽ ആരെങ്കിലും പേടിക്കണോ? ആരെയും പേടിക്കണ്ട. അത് അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞു ആ കാര്യം. എന്ത്? മോനെ, ഒറ്റ കുറ്റയും പേടിക്കരുത് കേട്ടോ. അല്ലേ? നമ്മളെല്ലാവരും കൂടിയിട്ടാണ് വായു തരുന്നെങ്കിൽ നിങ്ങൾ പേടിക്കണം. വിശ്വസിക്കാൻ പടച്ചോൻ തരുന്ന കാലത്തോളം ആര് പേടിക്കാനാ? മഴ അത് അള്ളാഹ് തരുന്ന അല്ലേ? അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. ആയത്ത് എനിക്ക് വല്ലാണ്ട് ആശ്വാസം നൽകിയ ആയത്താ. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 39-ാമത്തെ വചന. അള്ളാഹുവിന്റെ ദീനിലേക്കാളെ ക്ഷണിക്കുന്നവർ അള്ളാനെ അല്ലാതെ വേറൊരാളെയും പേടിക്കരുത്. അങ്ങനെ പേടിക്കാതെ പറയുമ്പോൾ എന്താ ഉണ്ടാകറിയോ? നിങ്ങളെപ്പറ്റി പല കമന്റും ഉണ്ടാവും. എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കുന്നറിയോ? വകഫാ ബില്ലാഹി ഹസീബാ. നിങ്ങളെ വിചാരണ അള്ളാഹ് നടത്തിക്കോളൂ. ഓല് നടത്തണ്ട. അയാളെ തീവ്രവാദിയാ ഓല വിചാരണ നിങ്ങൾ നടത്തണ്ട, അള്ളാഹ് നടത്തിക്കോളൂ. എന്തായത്ത് എഴുതിയെടുത്തോളൂ. ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. എഴുതിയെടുത്തോളി. കാരണം മൊയ്തീമാലയെ ഖുതുബാത്തും ഖുതുബിയത്തും പാളക്കിതാബും മാത്രം വായിച്ച് തൊക്കിൽ വെച്ച ഒരു സമൂഹത്തിന് ഖുർആന്റെ ആയത്ത് തിരിഞ്ഞോളാം. അതുകൊണ്ടാ പറഞ്ഞു. ഞങ്ങൾക്ക് ഖുർആൻ കണ്ടിട്ടില്ല എന്നൊന്നുമല്ല, അല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിൽ കൃത്യമായിട്ട് പറയാ, ഭൂരിപക്ഷം പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളെ ധനം തിന്നുന്നോലാണ്. ഞങ്ങൾക്ക് മരിച്ചിട്ട് കണ്ണൂക്കില്ല, കയ്യൂക്കുമില്ല, കാലൂക്കുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശുഐബ് നബി അതുപോലെ ഹൂദ് നബി ഒക്കെ പറയുന്ന ഒരു വാക്ക് ഖുർആൻ സൂറത്ത് ഹൂദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടാക്കിയൊരു വചനം. എന്താ അതിന്റെ സന്തോഷം? അതിൽ ഹൂദ് നബി പറയാ, ചെങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് ഒന്നും വാങ്ങണില്ല. പിന്നെ എനിക്ക് സത്യം പറയാൻ എന്താ മടി? എനിക്കല്ലാഹു മാന്യമായ ഭക്ഷണം ഉപജീവനം തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പേടിക്കേണ്ടതില്ല. എന്താ പറഞ്ഞതിന്റെ പൊരുള്? ഞാൻ നിങ്ങളെ ആശ്രയിച്ചും നിങ്ങൾ തരുന്ന ചോറിനനുസരിച്ചും നിന്നിരുന്നുവെങ്കിൽ എനിക്ക് സത്യം പറയാൻ കഴിയുമായിരുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ വചനമാണ്, പ്രവാചകന്മാരുടെ വചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അറബി കോളേജ് തുടങ്ങി. അറബി കോളേജ് സമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് അതാ. അറബി കോളേജ് തുടങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്തിനറിയോ? ഓനൊരു ജോലി കിട്ടിയ 1000 റുപ്യ ശമ്പളം കിട്ടുമല്ലോ. നാ മറ്റോന്റെ മുതലാളിന്റെ തല ചൊറിഞ്ഞു നിന്നിട്ട് മുതലാളി പറയുന്ന അനുസരിച്ച് ദീന് പറയേണ്ടി വരില്ല. അതിനാ മുജാഹിദ് പ്രസ്ഥാനം സ്വയം പര്യാപ്തത നേടി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാര്യമായി പ്രസംഗിക്കുന്നവരൊക്കെ അത്യാവശ്യം ജോലിയുള്ളോലും 4 ശമ്പളമുള്ളൂല്ല. ആരെയും പേടിക്കണ്ട. അതുകൊണ്ട് ഒരു കൊക്കെ തുറന്നു പറയാം. പക്ഷേ ബഹുമാനപ്പെട്ട ചില വ്യക്തിത്വങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കും, നിങ്ങൾ എന്താ ഉസ്താദേ? ചെങ്ങായി മഹലിൽ 1500 റുപ്യ കിട്ടുന്നത്, പിന്നെ കിമ്പളം കിട്ടണ്ട, അതിനിപ്പോ ഇങ്ങനെ എന്താ? ഇതൊരു 50,000 റുപ്യ ഉണ്ട്, എന്നാ ഞാൻ ഒഴിവാക്കി. ഞങ്ങൾക്ക് 100 കണക്കിന് ആൾക്കാരെ കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ സ്വകാര്യമായിട്ട് കൂടെ പോന്നാൽ മതി. ഇവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ പള്ളി കയറിയിട്ട് ഓരോ മുസ്ലിയാർക്ക് 50,000 ശമ്പളം തരും. നിങ്ങൾ പറഞ്ഞു നോക്കി. ഓല് പറയും ഞങ്ങൾ ഇത്രയും കാലം ചെയ്തത് തെറ്റാണ്. അപ്പോ വളരെ ഗൗരവമായി ഞാൻ പറയണേ, ദീനിലില്ലാത്ത. നിങ്ങൾ നോക്ക്, ഈ സലാത്ത് വാർഷികത്തെ കുറിച്ച് പ്രതികരിച്ചു അബ്ദുള്ള. മുജാഹിദുകളൊന്നും പ്രതികരിച്ചു, അബ്ദുള്ള പ്രതികരിച്ചു. അപ്പൊ അബ്ദുള്ളനെ ചീത്ത പറഞ്ഞുകൊണ്ട് അടുത്ത സെൻസിംഗിൽ ഒരു ലേഖനം, അത് അതിനേക്കാൾ വെളുക്കാൻ തേച്ച് പാണ്ടായി. അങ്ങനെ അടുത്ത സെൻസിംഗ് ഡിസംബർ 2005 ഡിസംബറിൽ, കഴിഞ്ഞ നവംബറിലായി പ്രതികരണം നമ്മൾ ആകെ സലാത്ത് നഗറിന് തെളിവ് തേടുന്നവരോട് എന്ന് പറഞ്ഞിട്ട് പ്രതികരണം. ഇതിന്റെ പേജ് 37. എന്താ അറിയോ? ഈത്തിക്കാഫ് മുടക്കി, കണ്ടോ? ഈത്തിക്കാഫ് മുടക്കി പാടത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് അധിക പ്രസംഗിയുടെ പരാതി. അധിക പ്രസംഗി ഈത്തിക്കാഫ് മുടക്കി എന്ന് പറഞ്ഞാൽ അധിക പ്രസംഗാണ്. എങ്ങനെയുണ്ട്? ഈത്തിക്കാഫിനോടുള്ള വളരെ നിലപാട് ആലോചിക്കണോ? ഇതൊക്കെ നിങ്ങൾ ആൾക്കാർ മലയാളത്തിൽ അറിയാതെ എഴുതിപ്പോയതാ. ഏത്? ഈത്തിക്കാഫ് മുടക്കിപ്പോയി എന്ന് പറഞ്ഞാൽ അധിക പ്രസംഗാണ്, ഈത്തിക്കാഫ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അധിക പ്രസംഗാണ്. അപ്പൊ ആരെ അവർ അധിക പ്രസംഗി എന്ന് വിളിച്ച്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവസാനത്തെ 10 ഈത്തിക്കാഫ് മര്യാദയ്ക്ക് ഇരുന്നോട്ടോ. അപ്പൊ അത് അധിക പ്രസംഗം അവരെ ഭാഷയില്. ആരെ ഭാഷയില്? നമ്മളെ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഭാഷയില്. സുന്നത്ത് ജമാഅത്തല്ല, നിങ്ങൾ സമ്പത്ത് ജമാഅത്താണ്. അപ്പോ ഈത്തിക്കാഫ് മുടക്കി പാടത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അധിക പ്രസംഗിയുടെ പരാതി. ഇവിടെ ആരും ആരെയും നിർബന്ധം ചെലുത്തി സലാത്ത് കയറിൽ കൊണ്ടുപോയിട്ടില്ല. അടുത്ത വാചകം കേട്ടോട്ടോ, നാണിച്ചു പോകും നമ്മള്. ഈത്തിക്കാഫ് പതിവുള്ളവർ സലാത്ത് നഗറിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ ചിരിക്കി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങളെ ബുഖാരി ഖലീൽ തങ്ങൾക്ക് ഈത്തിക്കാഫ് പതിവില്ല, ഞങ്ങളെ വലിയ മൊല്ലമാർക്കൊന്നും ഈത്തിക്കാഫ് പതിവില്ല. എന്തായിപ്പോയി നിങ്ങൾക്ക്? നിങ്ങൾ ഞങ്ങളെ 2ാം ക്ലാസ്സിലെ കുട്ടീന്റെ കൂടെ ഒരു 10 ദിവസം നിന്നാ ഞങ്ങൾക്ക് ബോധം ഉണ്ടാവും. എന്താ ഇത്? ഈത്തിക്കാഫ് പതിവുള്ളവർ സലാത്ത് നഗറിലേക്ക് വന്നിട്ടില്ല. അപ്പൊ 5-6 കൊല്ലായിട്ട് ഈത്തിക്കാഫ് ആർക്ക് പരിചയമല്ല? നിങ്ങൾ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ തങ്ങൾക്ക്. എന്താ ചെയ്യാ? എന്താ പഠിച്ചോനെ ഞങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യേണ്ടത്? അപ്പൊ അത്രയാണ് നിങ്ങളെ സ്ഥിതി ഓരോ കാര്യത്തിലും. ഞാനിതൊരു സാമ്പിൾ എളുപ്പത്തിൽ പറഞ്ഞ. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞ എന്താ?
യഥാർത്ഥത്തിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ച 5 കൊല്ലം മുമ്പ് തുടങ്ങിയല്ലേ, 5 കൊല്ലം മുമ്പ് മരിച്ചുപോയ സുന്നക്കാർക്കും ഇത് പരിചയമല്ല. എന്നിട്ടും നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലെങ്കിൽ ഞാൻ എന്താപ്പ ചെയ്യാ, ഞങ്ങൾ എന്താപ്പ ചെയ്യാ? ഇതൊക്കെ ഇങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ടു നിങ്ങൾ പറയാം എന്നാലും ഒരു പേച്ചോലി തന്നെ ആയിക്കോട്ടെ. നിങ്ങളിപ്പോ പറഞ്ഞോണ്ട് പേച്ചൂടുകയാണെങ്കിൽ ദുനിയാവ് മുഴുവൻ പേക്കണ്ടേ? അങ്ങനെ ഒരു പേവൊന്നുമില്ല. നിങ്ങൾ കേട്ടോളൂ, ഇതിനെ സംബന്ധിച്ച് സുന്നി പരിഭാഷകൾ പറയുന്നത് കേൾക്കണോ നിങ്ങൾക്ക്? അതോട് വായിച്ച് കേൾപ്പിച്ചു തരാം. നമ്മുടെ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്, അദ്ദേഹം സൂറത്ത് മായിദക്ക് അദ്ദേഹം നൽകുന്ന പരിഭാഷ, മായിദയുടെ 3-ാം ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ പദം വല്ലാത്ത ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മായിദ 3-ാമത്തെ വചനം കേട്ടോളൂ കേട്ടോ. ഞാൻ അതിൽ നിന്നാ വായിക്കും, സുന്നി പരിഭാഷന്റെ ഒരു ഫോട്ടോ കോപ്പി. അത് വലിയ കിതാബ്, അതുകൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. പേജ് നമ്പർ പറഞ്ഞുതരാം, 23 ഭാഗം 6 മായിദ കുറിപ്പ് 4 കേട്ടോളൂ. വരി 3.5 എന്നാ പറയുന്നുണ്ട്. അതെ, നിങ്ങൾക്കു ഞാൻ ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർണ്ണമാക്കുകയും, ഒരടിവരണ്ട ഒരു പദപ്രയോഗം ഉണ്ട് അവിടെ. എന്താ? അൽയൗമാ, ഇന്നേ ദിവസം. ഏതാ ദിവസം? ദുൽഹജ്ജ് 9 ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരത്തിന്റെ സമ്പന്ന ഉടമകളാക്കി ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ജനതനെ കൊണ്ടുവന്നിട്ട് റസൂല് പറയാൻ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ എന്ന ലോക ചരിത്രത്തിലെ 1-ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം മേഘ്നാ കാർട്ട 1948-ലല്ല, റസൂലുള്ള അന്ന് ആ മലമടക്കിൽ നടത്തിയ പ്രഖ്യാപനം. ആദമിന്റെ മക്കളാ നിങ്ങൾ, ആദം മണ്ണിൽ നിന്ന്, നിങ്ങൾ ആദമിൽ നിന്ന്. റസൂലുള്ള ഉറങ്ങാൻ കിടക്കുമ്പോ കിടക്കുന്ന കിടപ്പറയിൽ കിടന്നുകൊണ്ട് റസൂല് പറയും, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വാ, ലോകത്തിലെ മുഴുവൻ മനുഷ്യരും എന്റെ സഹോദരങ്ങളാണ്, അവർ ജ്യേഷ്ഠാനുജന്മാരാണ് എന്ന് പഠിപ്പിച്ച റസൂല് അവിടെ വെച്ചിട്ട് ദീന് പൂർത്തിയായെന്ന ആയത്ത് ഒട്ടകപ്പുറത്ത് അസർ നമസ്കാരത്തിന് ശേഷം ഓതിക്കൊടുക്കുമ്പോ എന്ത് ദീനായോ അത് ദീനാണ്, എന്താചാരമായോ അതാചാരമാണ്, എന്ത് കർമ്മമായോ അത് കർമ്മമാണ്, എന്ത് വിശ്വാസമായോ അത് വിശ്വാസമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. നോക്കൂ നിങ്ങൾ, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് തന്റെ പരിഭാഷ, ആ പരിഭാഷയിൽ പറയാണ്. ഞാൻ ആ വാചകം നിങ്ങൾക്ക് വായിച്ചു തരാം, നിങ്ങൾ കേട്ടോളൂ. ദീൻ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ ദീനിൽ വിശ്വസിക്കേണ്ടതും, കേട്ടോ, ദീനിൽ വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും എന്തൊക്കെയുണ്ടോ അതെല്ലാം അറിയിച്ചു തന്നു കഴിഞ്ഞു എന്നാണ്. കണ്ടോ, റസൂലുള്ള ലോകത്തോട് വിട പറയുമ്പോ എന്ത് വിശ്വസിക്കണം, എന്താചരിക്കണം, എന്തനുഷ്ഠിക്കണം എന്ന കാര്യം അറിയിച്ചു തന്നു കഴിഞ്ഞു. അടുത്ത വാചക കുറച്ചുകൂടി കട്ടി. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ് എന്നത്രേ. എപ്പോ? അന്ന് നിലവിൽ വന്ന്. അതിനാൽ ഇനിമേലിൽ യാതൊരു കാരണവശാലും, എന്താ അടിവരറിയോ? എന്താ യാതൊരു അത് പുണ്യമല്ലേ, നല്ലതല്ലേ? സലാത്ത് ദോഷമാണോ? ദിക്ർ ദോഷമാണോ? നിസ്കാരം ദോഷമാണോ? ചോറ് കൊടുക്കൽ ദോഷമാണോ എന്ന് ചോദിക്കണ്ട. അതാണ് ഇവിടെ പറയുന്നത്. യാതൊരു കാരണവശാലും അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ അംഗീകരിച്ചു 100 തവണ. അതിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു വിശ്വാസം മുജാഹിദുകൾക്കുണ്ടെന്ന് പ്രമാണബദ്ധമായി നിങ്ങൾ തെളിയിച്ചാൽ വല്ലാഹി സുമ്മ വല്ലാഹി ആര് സ്വീകരിച്ചിട്ടില്ലെങ്കിലും ഈ ഉള്ളവൻ സ്വീകരിക്കുന്നതിൽ എനിക്കുറപ്പുണ്ട്, ഈ സദസ്സ് സ്വീകരിക്കുമെന്നതിൽ എനിക്കുറപ്പുണ്ട്. അള്ളാഹുവിന്റെ ദീനിലെ ഒരു കാര്യം മുജാഹിദുകൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, നിങ്ങൾ നേരെ ചൊവ്വേ പറഞ്ഞോ, സ്വീകരിക്കാൻ റെഡിയാണ് ഞങ്ങൾ, അംഗീകരിക്കാൻ റെഡിയാണ് ഞങ്ങൾ. കാരണം നാളെ മഹ്ശറയിൽ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ കോടതിയിൽ സ്വർഗ്ഗം ലഭിക്കുക എന്ന ലക്ഷ്യമല്ലാതെ നരകത്തിലെത്തിപ്പെടരുത്. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ,
സൂറത്തു സുമറിൽ 39-ാം അധ്യായത്തിൽ അവസാനത്തായത്താണ്. എന്താ ആയത്തിന്റെ അർത്ഥം എന്നറിയുമോ? നടക്കൂ നടക്കൂ നരകത്തിലേക്ക്, ഖുദൂഹു ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. ഖുർആനിന്റെ 69-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള സൂക്തമാണ്. പിടിക്കവരെ പിടിച്ച് നരകത്തിലേക്ക് എറി. ആ ബോധം ഞങ്ങൾക്കുണ്ട്. കല്ലാ ഇന്നഹാ ലളാ നസാഅത്തൽ ലിശവാ. അങ്ങനെയല്ല മനുഷ്യരെ, നരകം ഭയാനകരമാണ്, തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാലയാണ്. ഇല്ല റബ്ബേ, നിന്റെ നരകം താങ്ങാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നിന്റെ സൂര്യന്റെ കിരണങ്ങൾ പോലും ഈ കാലഘട്ടത്തിൽ താങ്ങാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ നാഥാ, നിന്റെ നരകം താങ്ങാൻ ഞങ്ങൾക്ക് കഴിയുമോ? സൂറത്ത് മആരിജ് 70-ാം അധ്യായം 15-16 വചനങ്ങളാണ്. സൂറത്തുൽ ലൈൽ 91-ാം അധ്യായത്തിൽ അല്ലാഹ് പറയാ, ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകം, അതുകൊണ്ട് താക്കീത് ചെയ്യുന്നു. ആ നരകത്ത് പോകുന്നതിന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ, ബഹുമാനപ്പെട്ട സഖാഫിമാരെ, നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ തിരുത്താം. പക്ഷേ ഞങ്ങൾക്ക് ബോധ്യപ്പെടണം, ഖുർആൻ ഉദ്ധരിക്കണം, സഹിഹായ ഹദീസ് ഉദ്ധരിക്കണം. പാള കിതാബ് പോരാ, നാവിന്റെ നീട്ടം പോരാ, അത്ര മാത്രം. അങ്ങനെ നിങ്ങൾ റെഡി ഉണ്ടോ? ഞങ്ങൾ മുജാഹിദായി അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? പറഞ്ഞത്. ഇനി നമ്മുടെ പേരോട് ഉസ്താദിന് മൂപ്പര് ഇഷ്ടമല്ല, പക്ഷെ എല്ലാ സുന്നിക്കും ഇഷ്ടമുള്ള ഒരാൾ ഞാൻ പറയാം. അതാരാ? അത് നമ്മളെ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങള്. മൂപ്പരെ പേരോടിന് പരിചയമല്ല. അതെന്താ അങ്ങനെ? നമ്മുടെ കാസർഗോഡ് മുഖാമുഖത്തിൽ പേരോടൊരു ചോദ്യം, ഏതോ ഒരു മഖ്ദൂമിനെ ഉദ്ധരിച്ചു. ആരെയും മഖ്ദൂമി? SSFന്റെ ആരാ മഖ്ദൂമി? പൊന്നാര സുന്നികളെ, പൊന്നാനി മഖ്ദൂമി തങ്ങളെ, അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ അറിയാത്ത ഏത് സുന്നികള്? പേരോട് കളിച്ചതാ. നിങ്ങൾ മനസ്സിലാക്കണോ? അദ്ദേഹത്തിന്റെ പരിഭാഷ ഫതുൽ അലീം. ഫതുൽ അലീമിൽ പറയാ, കേട്ടോളൂ. എന്താ പറയുന്ന അറിയോ? ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം എല്ലാ നിലക്കും പൂർണ്ണമായി കഴിഞ്ഞു. അള്ളാഹു തന്റെ ദാസന്മാർക്ക് ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹമാണ്. ഇനി അതിലൊന്ന് കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ഇല്ല. അതിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയാ മതി. അപ്പോ ഈ ആയത്തിറങ്ങിയത് മുതൽ എന്താണോ ദീൻ, അതാ ദീൻ. ദഊനി മാ തറക്തുകും ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസുറത്തു സുവാലിഹിം വഖ്തിലാഫുഹും അൻ അംബിയാഇഹിം വഇദാ നഹൈതുകും മൻ ശൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫഅതൂ ബിഹി മസ്തതതും. റസൂൽ പറയാ, ഞാൻ ഉപേക്ഷിച്ച കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. ഞാൻ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ, പൂർവകാല സമുദായം അധികരിച്ച ചോദ്യം കൊണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പിയാക്കളുടെ പേരുള്ള ഭിന്നത കൊണ്ടും അവർ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിച്ചോ, ഞാൻ എന്ത് നിരോധിച്ചോ അത് നിങ്ങൾ ഒഴിവാക്കിക്കോ. അതാണ് വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അള്ളാഹുവിന്റെ റസൂൽ എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിച്ചോ. അള്ളാഹിന്റെ റസൂൽ എന്തു നിരോധിച്ചോ, എന്തൊഴിവാക്കണമെന്ന് പറഞ്ഞുവോ അത് നിങ്ങൾ ഒഴിവാക്കിക്കോ. ഖുർആന്റെ 59-ാം അധ്യായം 7-ാമത്തെ സൂക്ത. ഒന്നും നിങ്ങൾ പ്രയാസപ്പെടണ്ട, അക്കെട്ട് പറഞ്ഞേരെ എഴുതിയെടുത്തോ, നോക്കിക്കോ. സുന്നി പരിഭാഷ നോക്കിയാൽ മതി, എന്നാലും നന്നാവും. അത് നോക്കലില്ല, അത് നോക്കിയാൽ നന്നാവും. അത് നോക്കിയാൽ 90% മുജാഹിദാവും. ഇത് സുന്നി പരിഭാഷ നോക്കിയാലേ. വ്യാഖ്യാനം വല്ലാണ്ട് നോക്കരുത്, അർത്ഥം നോക്കിയാൽ മതി, അപ്പം ബോധ്യപ്പെടും. ചില വ്യാഖ്യാനവും നോക്കാം, ചിലതുപോലെ ഇഷ്ടത്തിന് എഴുതിയതുണ്ട്. അത് വലിയ വലിയ പഴയ കാലത്ത് മുഫസ്സിരീങ്ങളുടെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം. അപ്പൊ ദീൻ ഇവിടെ പൂർണ്ണമായി. ഇനി പരിശോധിച്ചോ, ദീനിൽ അള്ളാഹു ആരാണ്, ഔലിയാക്കൾ ആരാണ്, അമ്പിയാക്കൾ ആരാണ്, ഖബർ എന്താണ്, സിയാറത്ത് എന്താണ്, സുന്നത്ത് എന്താണ്, ബിദ്അത്ത് എന്താണ്? നിങ്ങൾ നേരം വരെ വെളുക്കുന്നവരെ ഇരിക്കുവോ? ഞാൻ നേരം വെളുക്കുന്നവരെ പ്രസംഗിക്കും. പോലീസ് പെർമിഷൻ തരുമോ? തീർത്തും പറയും. ഇല്ലേ? നമുക്ക് പിന്നെയാവാ. കാലവും ലോകവും നമുക്ക് വേണ്ടി കാത്തിരുന്നാലോ? കാത്തിരിക്കില്ല. കാത്തിരുന്നാലോ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്.